സജി പാച്ചറുടെ കരച്ചിലും പെന്തക്കോസ്തുകാരുടെ മുറുമുറുപ്പും. പട്ടി നക്കിയ ലാസറും വന്ന വഴി മറന്ന സജി പാച്ചറും എന്ന തലക്കെട്ടോടെ ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഷൈനിയുടെയും മക്കളുടെയും മരണം മുതലെടുത്ത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ, മക്കളെ വിദേശത്ത് പഠിപ്പിക്കുവാൻ ലക്ഷങ്ങൾ ബാങ്ക് ലോൺ എടുത്തതിൻ്റെ ഫലമായി ഉണ്ടായ, വരുമാനമൊന്നുമില്ലെങ്കിലും ആഡംബര ജീവിതം നയിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ, കടം തിരികെ കൊടുക്കാതായപ്പോൾ ബാങ്ക് ജപ്തി ചെയ്യുവാൻ ഒരുങ്ങുന്നു, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് കരഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് സജി തോമസിന് പണം അയച്ചു കൊടുത്തത്. ഇന്നലെ ഞങ്ങൾ ആ വാർത്ത നൽകിയപ്പോൾ കമന്റ് ബോക്സിൽ വന്ന 95% അഭിപ്രായങ്ങളും ഇദ്ദേഹം ഒരു ഉടായിപ്പാണ് എന്നത് തന്നെയായിരുന്നു. 5% താഴെ അദ്ദേഹം ഒരു പാസ്റ്ററാണോ, പെന്തക്കോസ്തുകാരെ അവമാനിക്കുവാനുള്ളൊരു ശ്രമമല്ലേ ഞങ്ങൾ നടത്തുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. 5% താഴെയുള്ളവരുടെ അഭിപ്രായങ്ങളെയും ഞങ്ങൾ മാനിക്കുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി നൽകുവാനാണ് ഞങ്ങൾ ഇന്ന് ശ്രമിക്കുന്നത്. നമ്മുടെ വീടുകളിൽ എവിടെ ദുരിതവും പ്രയാസങ്ങളും ഉണ്ടാകുന്നുവോ അവിടെ അമീദ്യത്തിൽ ഈച്ച വന്നിരിക്കുന്നത് പോലെ പെന്തക്കോസ്തുകാരുടെ വില കളയുവാൻ ചില ആളുകൾ മീശയും താടിയും ഒക്കെ വടിച്ച് കഷത്തിൽ ഒരു ബൈബിളുമായി കയറി ചെല്ലും. അവരോട് പറയും പോരാട്ടമാണ്, പൈശാചിക പരീക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നുഴഞ്ഞു കയറും. ഒടുവിൽ ആ കുടുംബം മുടിപ്പിച്ച് വെണ്ണീറാക്കിയിട്ട് ഇവന്മാർ സ്ഥലം വിടുകയും ചെയ്യും. മീശയും വടിച്ച് വെള്ള ഷർട്ടുമിട്ട് പറപറ ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടുവരുന്നവരെ നമ്മുടെ നാട്ടിൽ പൊതുവെ വിളിക്കുന്നത് പെന്തക്കോസ്തുകാർ എന്നാണ്. കാരണം ഇന്ന് ഏത് അലവലാതിക്കും ഒരു വെള്ള ഷർട്ട് വിട്ട് മീശ പഠിച്ചു കഴിഞ്ഞാൽ സ്വയം പ്ലാച്ചർ എന്ന നാമം സ്വീകരിക്കാം. ഇതുപോലെ നൂറുകണക്കിന് അപ്പോസ്തോലിയന്മാരും ഗുണ്ടാസോലന്മാരും പ്ലാച്ചർമാരും നമ്മുടെ നാട്ടിൽ കോലാഹല കച്ചേരിയും ഭവനഭേദനവുമായി നടക്കുന്നു. സജി തോമസ് പണം മേടിച്ച് സ്റ്റേജിൽ സുവിശേഷ പ്രസംഗത്തിന് പോകുന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ തൻ്റെ വീഡിയോയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇയാൾക്ക് അതിനുള്ള യോഗ്യത എന്താണെന്ന് സജി തോമസോ ഇദ്ദേഹത്തെ പാച്ചറാണെന്ന് പറഞ്ഞ് പരിപാടിക്ക് വിളിക്കുന്നവരോ ആണ് വെളിപ്പെടുത്തേണ്ടുന്നത്. ഇതുപോലെ ബുക്കും പേപ്പറും ഒന്നുമില്ലാതെ തരികട മിനിസ്ട്രിയുമായി നടന്ന് തീവട്ടിക്കൊള്ളയും ഭവനവേദനവും നടത്തുന്ന നിരവധി അപ്പോസ്തോലിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയിലുള്ള തട്ടിപ്പാണ് സജി തോമസ് നടത്തിയത്. ഇയാളെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത പലരും റവന്യൂ ഷെയറിംഗ് ബേസിലാണ് അത് ചെയ്തത്, ഒടുവിൽ ഇയാൾ പറ്റിച്ചു എന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. അതുപോലെ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ കേസെടുക്കാവുന്ന ഒരു കുറ്റവുമാണ് നടന്നിരിക്കുന്നത്. ഇതുപോലെ വലിയ വായിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു IPC-കാരനായിരുന്നു നെടുമ്പറമ്പിലെ ആ കാട്ടുകള്ളൻ. അവരും കുടുംബവും ഏതാണ്ട് 12,000 കോടിയുടെ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. എപ്പോഴും ദൈവവചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനായിരുന്നു അയാൾ എന്നോർക്കണം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സജി തോമസിനെതിരെ വാർത്ത കൊടുത്തത്? ഒന്ന്, ഇയാൾക്ക് ബാധ്യതയുണ്ടായത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ്. പ്രധാനമായും മക്കളെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കുവാൻ ലോൺ എടുത്തതാണ്. അത് സ്ഥലം വിറ്റാണെങ്കിലും വീട്ടുവാനുള്ള ബാധ്യത അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്, തെറ്റ് നാട്ടുകാരുടേതല്ല. അയാൾക്ക് അതിനുള്ള അസറ്റുമുണ്ട്. ഇതൊന്നുമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ അദ്ദേഹം ഇപ്രകാരം ഒരു സഹായത്തിന് അർഹനല്ല. ഷൈനിയുടെ മരണം കൊണ്ടുണ്ടായ ആ സഹതാപതരംഗം അദ്ദേഹം സമർത്ഥമായി മുതലെടുത്തു, ആളുകളെ വഞ്ചിച്ചു. ഇപ്രകാരം നാട്ടുകാരോട് ഇരുന്നിട്ട് സുവിശേഷ ചാനലിൽ കൂടി സഹായം സ്വീകരിക്കുന്നവരെയും സഹായം കൊടുക്കുന്നവരെയും സജി കളിയാക്കുന്നു. ദാരിദ്ര്യമുള്ളവരെ പട്ടി നക്കിയ ലാസറിനോട് ഉപമിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തെ അപമാനിക്കുന്നു. സമ്പന്നതയുടെ സുവിശേഷം വിളമ്പുവാൻ ശ്രമിക്കുന്നു. ഇപ്രകാരമൊക്കെ സജി ചെയ്യുവാൻ കാരണം എന്താണെന്ന് സജി തന്നെ പറയുന്നത് കേൾക്കുക. അകതരുവില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വെളിവില്ലായ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വിവരമില്ലായ്മയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനിത് പറഞ്ഞത് ഞാൻ 7 വർഷം ഓപ്പൺ സ്റ്റേജിൽ പ്രസംഗിച്ചതാണ്. ഒരിക്കൽ പോലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പം ഞാൻ മിക്കവാറും അതിന് സമീപത്തുള്ള മറ്റ് മതത്തിലുള്ള ആളുകളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും പലയിടത്ത് താമസിക്കുകയും പലരും ഈ പ്രസംഗങ്ങൾക്ക് പലപ്പോഴും പണമൊക്കെ തന്നിട്ടുണ്ട്. ഈ പട്ടി നക്കിക്കിടന്ന ലാസറിനെ പ്രസംഗിച്ച് അത് ഉള്ളി വെച്ചുകൊണ്ട് നടക്കുന്നവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അവർക്ക് പണമോ തുണിയോ ഭക്ഷണമോ നൽകരുത്. അവർ ഈ ലാസറിൻ്റെ അവസ്ഥയിൽ ഭൂമി കൂടെ നടന്ന് അവരിതെന്നതാണെന്ന് പഠിക്കട്ടെ. ഇനി ഈ മാപ്പ് കൊണ്ടൊന്നും താങ്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ താങ്കളുടെ ഫോട്ടോയും താങ്കളുടെ ചാറ്റുകളും താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ തന്ന ഡീറ്റെയിൽസും എല്ലാം കൂടെ വെച്ച് അടുത്തൊരു വീഡിയോ ഇനി താങ്കൾ മുന്നോട്ട് കയറി വരികയാണെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾ പരസ്യമായിട്ട് വിടുകയും അതുകൊണ്ട് അത് മാത്രമല്ല, അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനാണ്. അവിടുത്തെ SHOയ്ക്ക് എൻ്റെ ഭാര്യ ആശുപത്രി കിടന്നതിൻ്റെ ബില്ല് സഹിതം വെച്ച് എൻ്റെ ഭാര്യയെ കൊണ്ട് തന്നെ അവിടെ ഒരു പരാതിയും കൊടുപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാഗൊണ്ട് തന്നെ 2 വർത്തമാനം പറയുന്ന കുരുപൊട്ടിയ ചില പെന്തക്കോസ്തുകാരന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ശ്രീ റോണി നൽകുന്നത് കേൾക്കുക. കഴിഞ്ഞ ദിവസം i2i ന്യൂസിൽ വന്ന എൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു,
പട്ടി നക്കിയ ലാസർ എന്ന പദപ്രയോഗം ഉപയോഗിച്ച പാസ്റ്റർ സജി തോമസിനെ പറ്റി. പട്ടി നക്കിയ ലാസർ എന്ന പദപ്രയോഗം പാസ്റ്റർ സജി തോമസ് തൻ്റെ സുവിശേഷ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ഒരു പരാമർശമായിരുന്നു. വിശുദ്ധ തിരുവചനത്തിൽ നിത്യമായ സ്വർഗീയ വാസത്തിന് അവസരമൊരുങ്ങിയ ലാസറിനെ പറ്റിയായിരുന്നു. ഇത്ര മോശമായ ഒരു പദപ്രയോഗം നടത്തിയ ഈ സജി തോമസിൻ്റെ ആ വീഡിയോ എന്നിൽ വളരെയധികം വേദനയുണ്ടാക്കി. i2i ന്യൂസിൽ വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകളും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ തെളിവോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. ഈ മെസ്സേജിലും അതിനെപ്പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള തെളിവ് നൽകിയിട്ടുണ്ട്. പാസ്റ്റർ സജി തോമസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 യൂട്യൂബ് ചാനൽ ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ്. ഞാൻ 2 യൂട്യൂബ് ചാനലാണ് കണ്ടിട്ടുള്ളത്. ഒന്നിലൂടെ അദ്ദേഹം വളരെ വിശദമായി പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുകയും വലിയ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചാനലും, മറ്റൊരു ചാനൽ എന്ന് പറയുന്നത് തനിക്ക് അരി മേടിക്കാൻ കാശില്ല, തുണി മേടിക്കാൻ കാശില്ല, ബാങ്കിലടയ്ക്കാൻ കാശില്ല, കോൺട്രാക്ട് പണി ചെയ്ത് കോടികൾ കളഞ്ഞു, വസ്തുക്കൾ വിൽക്കാനായിട്ട് കിടക്കുന്നു, സാധിക്കുന്നില്ല, ബാങ്കിലടയ്ക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞ് ആൾക്കാരെ നിന്ന് കാശ് പിരിച്ച ഒരു ചാനലും. അങ്ങനെ 2 ചാനലുകളാണ് എൻ്റെ അറിവിലുള്ളത്. ഇനി അദ്ദേഹത്തിന് വേറൊരു ചാനലുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ 2 ചാനലിൽ ഒരെണ്ണത്തിലൂടെ പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുകയും മറ്റുള്ള ഒരു ചാനലിലൂടെ ദാരിദ്ര്യം പറയുകയും ചെയ്യുന്ന സജി തോമസിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പല ആൾക്കാരും സജി തോമസിനെ കൂടുതലായിട്ട് അറിയുന്നത് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഫിലിം ഡയറക്ടറുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ്. ഈ പട്ടി നക്കിയ ലാസർ എന്ന് പറഞ്ഞ എൻ്റെ മെസ്സേജിൽ ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ വചനവിരുദ്ധമാണ് എന്നുള്ളത് പറയുവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിനു മുമ്പ് തന്നെ 1-2 മെസ്സേജുകൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ വചനവിരുദ്ധമാണ് എന്നുള്ളത് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ മെസ്സേജിൽ ഉണ്ടായില്ല. അതൊരു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോ വന്നതിന് ശേഷം ആൾക്കാർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിന് ചില മറുപടികൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതിനായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ നൽകുന്നത്. പലരും വാദിക്കുകയും അതുപോലെ തന്നെ പറയുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സജി തോമസ് എന്ന് പറയുന്ന ഒരാൾ പാസ്റ്ററോ സുവിശേഷകനോ അല്ല, അയാൾ ഒരു കോൺട്രാക്ടർ എന്നുള്ളതാണ്. ഈ അവകാശവാദവുമായിട്ട് മുന്നോട്ട് വരുന്നത് ബെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അറിവിൽ ഇദ്ദേഹം ഒരു പാസ്റ്ററോ സുവിശേഷകനോ ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു സഭയുടെ ഇൻചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും അതിൽ നിന്ന് കാശ് സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു, പല ഓപ്പൺ സ്റ്റേജുകളിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിന് ജാതി മത ഭേദമന്യേ ആൾക്കാരിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് പല പാസ്റ്റർമാർക്കും ഒന്ന് പ്രസംഗിക്കുവാൻ അവസരം ലഭിക്കാത്ത ഈ നാട്ടിൽ ഒരു പാസ്റ്ററോ ഒരു സുവിശേഷനോ അല്ലാത്ത ഇദ്ദേഹം എങ്ങനെ വചനപ്രഘോഷണം നടത്തി പണം കൈപ്പറ്റി? അതാണ് എനിക്കറിയാൻ വയ്യാത്തത്. അതുപോലെ തന്നെ മറ്റു ചിലർ ചോദിക്കുന്നു, അദ്ദേഹം കാശ് ചോദിച്ചതിന് എന്താണ് കുഴപ്പം? അദ്ദേഹം കാശ് ചോദിച്ചതിന് ഞങ്ങൾ കാശ് കൊടുത്തതിന് എന്താണ് കുഴപ്പം? ഞാൻ പറയുന്നു, ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ വിവേചന അധികാരമാണ്. നിങ്ങൾ ഓരോരുത്തർ കാശ് ചോദിക്കുമ്പോൾ കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത്. കാശുള്ളവർക്കും കൊടുക്കുവാൻ മനസ്സുള്ളവർക്കും ഒക്കെ കൊടുക്കാം. സജിയെക്കാട്ടിലും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്ന് ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടായിരിക്കാം അവരിപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചത്, ഒരു ചാനലിൽ കൂടി പ്രോസ്പെരിറ്റി ഗോസ്പൽ പറഞ്ഞാൽ മറ്റ് ഒരു ചാനൽ കൂടി വന്ന് ദാരിദ്ര്യം പറഞ്ഞ് കാശ് മേടിക്കാൻ എങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക്? അദ്ദേഹം വിശ്വസനായിട്ട് ഒരാളാണോ? സത്യസന്ധനായിട്ടുള്ള ഒരാളാണോ? അപ്പോൾ അദ്ദേഹത്തിനൊരു കള്ളത്തരമില്ലേ? ഇതാണ് ഞാൻ സമൂഹത്തോട് ചോദിക്കുന്നത്. ഒന്നാമത് തന്നെ വിശുദ്ധ തിരുവചനം പഠിക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം പ്രോസ്പെരിറ്റി ഗോസ്പൽ വചനവിരുദ്ധമാണ് എന്നുള്ളത്. ദൈവവചനം കാശിന് വിൽക്കാൻ നടക്കുന്ന ഏവർക്കും, അല്ലെങ്കിൽ അത് കച്ചവടമാക്കുന്ന ഏവർക്കും ദൈവത്തോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നു, ഞാൻ സുവിശേഷം പ്രവർത്തനം അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് കാശ് മേടിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ വാദിക്കാനായിട്ട് വരുന്നത്? ഇയാൾ പാസ്റ്ററാണോ, അയാൾ കോൺട്രാക്ടർ അല്ല, അയാൾ കോൺട്രാക്ടറാണോ, അയാൾ പോലീസാണോ, ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ സമൂഹത്തിന് മുമ്പിൽ വെച്ചത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാസറായാലും മറ്റേത് വ്യക്തിയായാലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ പുച്ഛിക്കാൻ പാടില്ല. അവരെ പുച്ഛിക്കരുത്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ നല്ലതായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പല സാഹചര്യത്തിൽ, പല ജീവിത സാഹചര്യത്തിലും പലർക്കും അത് കഴിയുന്നില്ല. ചിലർക്ക് സ്വന്തമായിട്ടൊരു വീടോ 2 നേരം അല്ലെങ്കിൽ 1 നേരം പോലും കഴിക്കാനുള്ള ആഹാരവും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്, അതെനിക്കറിയാം. അതുപോലെ തന്നെ സജി തോമസ് പറയുന്നു, തൻ്റെ
ഭാര്യയെ ഉപയോഗിച്ച് തനിക്കെതിരെ വിമർശിച്ചതോ പറഞ്ഞതായിട്ടുള്ള ഒരാളിനെതിരെ പോലീസിൽ കേസ് കൊടുക്കും, യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ ചില വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ള ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കലർന്ന ചില ഭീഷണികൾ പുള്ളി നടത്തുന്നത് കണ്ടു. ഈ മധുര ഭാഷയിലുള്ള ഈ ഭീഷണി ഇദ്ദേഹം നടത്തുമ്പോൾ ഈ തിരുവചനത്തിലൂടെ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന ഇദ്ദേഹം ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതെ നിയമപരമായി പോലീസിലൂടെ കേസ് തീർക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ നടക്കുന്നത് ഇദ്ദേഹം പഠിപ്പിക്കുന്ന ഏതു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പലർക്കും സംശയത്തിനിടയാക്കിയിട്ടുള്ള ഒരു കാര്യം, സജി തോമസിനും മറ്റൊരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം 350ഓളം വീഡിയോ കിടപ്പുണ്ട്. അത് മുഴുവനും തിരുവചന സുവിശേഷീകരണമാണ്, അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വീഡിയോകളാണ്. സജി തോമസിനെ പോലെ മക്കളെ UK വിട്ട് പഠിപ്പിക്കാൻ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അനേകരുണ്ട്. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. പലർക്കും തങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ ധാരാളം കാശ് കിട്ടും എന്നറിയാം. പക്ഷെ പലർക്കും യൂട്യൂബിലൂടെ അത് വന്ന് ചോദിക്കാനും കഴിയും. പലരും അത് ചെയ്യാത്തതിൻ്റെ കാരണം തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ചോദിച്ച് മേടിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവനും അത് ചോദിച്ച് മേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സ്വന്തമായിട്ടൊന്ന് ഉയരുവാനും വ്യക്തിപരമായിട്ടൊന്ന് ഉയരുവാനായിട്ട് അവർക്ക് കഴിയത്തില്ല. അല്ല എങ്കിൽ ചിലർക്ക് തങ്ങളുടെ ആത്മാഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. മറ്റ് ചിലർക്ക് തങ്ങളുടെ സത്യസന്ധത അല്ലെങ്കിൽ തങ്ങളുടെ സത്യസന്ധത വിട്ട് വേറൊരു രീതിയിൽ പോകാൻ കഴിയത്തില്ല. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് സജി തോമസ് ഒരുപാട് കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് ധാരാളം പൈസ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ചില ആൾക്കാർ പറയുന്നു, ഇതെന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഇദ്ദേഹത്തിന് നിങ്ങൾ പൈസ കൊടുത്തുവോ അല്ലെങ്കിൽ അദ്ദേഹം പൈസ മേടിച്ചുവോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല, അല്ലെങ്കിൽ അതെൻ്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ചിട്ട് ബൈബിളിൽ അദ്ദേഹം വചനവിരുദ്ധമായിട്ട് സംസാരിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ സുവിശേഷകനോ വചനം വായിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കേണ്ടി വന്നത്. പട്ടി നക്കിയ ലാസർ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ലാസറിന് ധനവാന്റെ ഉച്ഛിഷ്ടമെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നു. പക്ഷേ സജി തോമസ് തൻ്റെ മറ്റേ ചാനലിൽ പറയുന്നത് തനിക്ക് അരി മേടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു ചാനൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ചാനൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ പട്ടി നക്കിയ ലാസർ എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഈ സജി മറ്റൊരു ചാനലിൽ വന്നിട്ട് പറയുന്നു അരി മേടിക്കാൻ കാശില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 2 യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇദ്ദേഹം സത്യസന്ധനാണെന്ന് തോന്നിയില്ല. അതുമാത്രമല്ല, വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മലയാളത്തിൽ എഴുതിയ ബൈബിളിൽ മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പല കാര്യത്തിലും വാദിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ വചനത്തിൽ നിന്നോ അല്ലെങ്കിൽ കോൺട്രാക്ടറാണ്, കോടീശ്വരനാണ്, മൊത്തം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇന്ന് ആർക്ക് വേണമെങ്കിലും കാശ് മേടിക്കാം. അത് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സജി തോമസിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ വചനവിരുദ്ധമായിട്ട് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ ഇനിയും എനിക്ക് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അവസാനമായിട്ട് വീണ്ടും ഞാൻ പറയുന്നു സജി തോമസിനോട്, തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയാണ് വചനവിരുദ്ധമായിട്ട് ഒരു ചാനലിൽ കൂടെ ഒരു കാര്യം പറയുകയും അതിന് വിപരീതമായി മറ്റൊരു ചാനലിൽ വന്ന് ഇതുപോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്താൽ, അത് കണ്ടാൽ എനിക്കത് വീണ്ടും സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സത്യസന്ധനാണെന്ന് നിങ്ങൾ തെളിയിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ സത്യസന്ധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും വന്ന് ഞാനിത് സംസാരിക്കേണ്ടി വരുന്നത്. ഇതുപോലെ വചനത്തിൻ്റെ അടിത്തറ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കുന്ന പല പാസ്റ്റർമാരും പെന്തക്കോസ്തും അതുപോലെ തന്നെ പല സഭകളിലും കാണും. അവർക്ക് കാശ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ വിവേചനാധികാരം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിലോ അല്ലെ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളുടെ ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വചനവിരുദ്ധമായിട്ട് സജി എന്നല്ല ഏത് ഭാഷ സംസാരിച്ചാലും അത് വചനവിരുദ്ധമാണെങ്കിൽ അതിൻ്റെ തെളിവോടുകൂടി വന്ന് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.